പ്രാർത്ഥനാലയത്തിൽ അയക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയെ കുറിച്ചാണ് അല്പം പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാസ്റ്റർ അത് തന്നെയാണല്ലോ ഇന്ന് പറയുകയും വായിക്കുകയും ഒക്കെ ചെയ്ത വചനങ്ങൾ. ഹല്ലേലൂയ, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഇൻട്രഡക്ഷനായിട്ട് അല്പസമയം പറയട്ടെ. ദൈവമക്കളെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സഭയുടെ, ഒരു കുടുംബത്തിന്റെ, ഒരു വ്യക്തി ജീവിതത്തിന്റെ ഹല്ലേലൂയ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യവും അത് ദൈവരാജ്യത്തിന് ഉതകുന്നതും അത് ഏറ്റവും അനുയോജ്യമായി തീർന്നിരിക്കുന്നതും ഇറ്റേണൽ ഇൻവെസ്റ്റ്മെന്റുമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ തോൽപ്പിക്കാൻ ശത്രുവിനാകയില്ല. ചിലപ്പോൾ ചില പോരാട്ടങ്ങളൊക്കെ വന്നേക്കാം. എന്നാൽ യുദ്ധത്തിനായി നമ്മുടെ കൈകളെയും പോരിനായി നമ്മുടെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന കർത്താവ് അത്ഭുതമായി നമ്മളെ വിടിവിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അവൻ നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ആ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളിൽ മേലെല്ലാം വിജയം നൽകുവാൻ ഇടയായി തീരും. പ്രാർത്ഥന മരിക്കയില്ല നമ്മൾ കേട്ടിട്ടില്ലേ? ജോർജ് മുള്ളർ 2000-ലധികം അനാഥ കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് പല കാര്യങ്ങൾ നേടിയിട്ടുള്ളത്. അത് നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം താന് ഭക്ഷണമൊന്നുമില്ല എന്ന് സ്റ്റാഫ് അറിയിച്ചു. താന് വളരെ പ്രാർത്ഥിച്ചിട്ട് തന്നെ മുട്ടിന്മേലെന്ന് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുക, ഭക്ഷണത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. ദൈവമക്കളെ, അത്ഭുതകരമായിട്ട് ആ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഒരു കുതിരവണ്ടി നിറയെ ഭക്ഷണം അവിടെ വരുവാനിടയായി തീർന്നു. എങ്ങനെയാണ് സംഭവിച്ചത്? ഒരു വിവാഹം നടക്കുമായിരുന്നു. ആ വിവാഹം നടന്ന റിസപ്ഷന്റെ സമയത്ത് അതിന്റെ മുമ്പ് തന്നെ ആ ബ്രൈഡ് ഗ്രൂമിന്റെ ഒരു റിലേറ്റീവ് മരിച്ചതുകൊണ്ട് ആ ഭക്ഷണം എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാതിരുന്നപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഇങ്ങനെ ജോർജ് മുള്ളറിന്റെ അനാഥാലയത്തിൽ നമുക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാമെന്ന്. ദൈവമക്കളെ, പ്രാർത്ഥനയാല് ഹല്ലേലൂയ ഹല്ലേലൂയ വിജയികളായി തീരുന്നവർ, അടഞ്ഞ വാതിൽ തുറക്കുവാൻ ദൂതന്മാരെ വിട്ട് ദൈവം സഹായം ചൊരിയേണ്ടതിന്, ചങ്ങലയിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടേണ്ടതിന്, ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ കാരാഗ്രഹത്തിലായിരിക്കുന്നവർ, കുഴിയിലായിരിക്കുന്നവർ ഒക്കെ വിടുവിക്കുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. സാത്താന്റെ തന്ത്രങ്ങൾ തകർക്കുന്ന, അടഞ്ഞ വാതിൽ തുറക്കുന്ന ഒരു പ്രത്യേക ഹല്ലേലൂയ ആയുധം തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവ് നമ്മളെ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരെ തീർത്തിരിക്കുന്നു, സ്വന്തം ജനമായി തീർത്തിരിക്കുന്നു, ഇരുട്ടിന്റെ അധികാരം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇറ്റ് ഈസ് എൻ അസൈൻമെന്റ് ഫ്രം ഗാഡ്. ഹല്ലേലൂയ. അത് നമ്മള് പാസ്റ്റർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയും ദൈവം നമുക്ക് ഒരു അഡ്വക്കറ്റായിട്ട് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് മധ്യസ്ഥ അണയ്ക്കുകയാണ്. എബ്രായലേഖനം 7:25 പറയാണ്, താൻ മൂലം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാകാലം പക്ഷപാതമടയ്ക്കാൻ യേശു ജീവിക്കുന്നത് കൊണ്ട് അവൻ നമ്മളെ രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മള് കർത്താവിന്റെ കൂട്ടുപങ്കാളിയാ. കർത്താവ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് we have an advocate in heaven to pray with us and we have an associate to pray inside of us. നമ്മളോട് കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവ നമുക്ക് ശക്തി പകരും. റോമലേഖനം 8:26 പറഞ്ഞിരിക്കുന്നത് പോലെ അവിടുത്തെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മ തക്ക സമയത്ത് തുണ നിൽക്കും. ഉച്ചിരി ചൂടാത്ത ഞരക്കങ്ങൾ അഭയാചന കഴിക്കാൻ തുണ നിന്ന് സഹായിക്കും. എങ്ങനെ പ്രാർത്ഥന നമുക്ക് അറിയാതിരിക്കുമ്പോൾ the Lord himself in us, the Holy Spirit will help us to intercede and pray. Hallelujah. ദൈവമക്കളെ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. It is a battle. Hallelujah. എന്നാൽ നമ്മളെ ശക്തീകരിക്കുന്നത്, ആ യുദ്ധത്തിനായി സജ്ജമാക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് അടുത്തല്ല ആക്സസ് തന്നിട്ടില്ലേ? എബ്രായലേഖനം 4:16 പറഞ്ഞു തിരിക്കുന്നത് പോലെ സഹായം ലഭിക്കേണ്ടതിന്, കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തോട് അടുത്ത് വരുവേ യേശുവിൽ നമുക്ക് പ്രാഗൽഭ്യം തന്നിരിക്കുകയാണ്. സോ വി ക്യാൻ ഗോ ടു ഗാഡ് എനി ടൈം, എനിവേർ, ഫോർ എനി മാറ്റേഴ്സ്. എവിടെയായാലും നമുക്ക് പ്രാർത്ഥിക്കാം, ഏത് നേരത്തും പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം. കാട്ടിലും കടലിലും കപ്പലിലും ഒക്കെ പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നല്ലോ ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതുപോലെ കർത്താവുമായിട്ട് അലൈൻമെന്റോടുകൂടെ പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 5:14 പറയുവാണ്, ദൈവഹിതപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള നമുക്ക് പ്രാഗൽഭ്യമാണ്. ദൈവത്തിന്റെ ഹിതപ്രകാരം നാം പ്രാർത്ഥിച്ചാൽ, എങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതം അറിയുന്നത്? വചനത്തിലാണ് ദൈവത്തിന്റെ ഹിതം അറിയുന്നത് മക്കളെ. സ്തോത്രം. പിന്നീട് നമ്മൾ ഒരു എഗ്രിമെന്റോട് കൂടെ പ്രാർത്ഥിക്കണം. വചനത്തിൽ എഴുതിയിരിക്കുന്നു, രണ്ടുപേർ
ഐക്യമതിപ്പെട്ട് ഏത് വിഷയത്തിൽ പ്രാർത്ഥിച്ചാലും ദൈവം നൽകി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ഒരു അല്ലെങ്കിൽ നമുക്കറിയാം പരിശുദ്ധാത്മാവാണ് നമ്മളെ തുണനിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, അനോയിന്റ്മെന്റോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കോട്ടകളെ തകർക്കുവാൻ ദൈവം ശക്തി പകരും. He will give us power to pull down the strongholds of Satan and to overcome the trials and problems, to win over the situation and rescue many people from the fire of hell. Hallelujah. അങ്ങനെ നമുക്കറിയാം. അതുകൊണ്ടാണ് എഫെസ്യരിലെ 6:17 പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനോട്, നിങ്ങൾ ഏത് സമയത്തും എനിക്ക് വേണ്ടിയും സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഹല്ലേലൂയ ദൈവമക്കളെ. അതുകൊണ്ട് നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, നമുക്കൊരു അസോസിയേറ്റ് ഉണ്ട്, നമുക്കൊരു ആക്സസ് ഉണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ഇത് നമ്മുടെ അസൈൻമെന്റ് ആണ്. ഇത് നമ്മൾ എഗ്രി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, അനോയിന്റ്മെന്റോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് 1770 ഈ രാജ്യത്തിന്റെ ഭരണഘടന എഴുതാനായിട്ട് 45 പ്രമുഖരായ ആളുകൾ വന്നു ചേർന്നു. അവർക്ക് ഈ ഭരണഘടനയൊക്കെ എഴുതുവാനായിട്ട് പല കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കണമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് ഒന്നും ഒരു തീരുമാനത്തിൽ എത്തുന്നില്ല. പല ആർഗ്യുമെന്റ്. അപ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന അദ്ദേഹം എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ പോയത് ഒരിടത്തും എത്തുകയല്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അത് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി നാളെ മുതൽ എല്ലാവരും ഇവിടെ വരുന്നതിന് ഒരു അരമണിക്കൂർ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ വരാവൂ. അത് കഴിഞ്ഞ് അവര് പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥിച്ച് കടന്നു വന്നു. പ്രാർത്ഥിച്ചിട്ട് അവര് ഈ ഭരണഘടന എഴുതിയുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അത് സ്ഥാപിതമായി. ആ ഭരണഘടന ഇടുവാനും എഴുതി ചേർക്കുവാനും ഇടയായി തീർന്നു. ദൈവമക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഹല്ലേലൂയ പ്രധാനപ്പെട്ടതാണ്. ഒരു രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി, രാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി, ഭവനത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി, സഭയുടെ ഹല്ലേലൂയ ഉന്നമനത്തിന്, നമ്മുടെ ഭവനങ്ങളെ പണിയേണ്ടതിന്, നമ്മുടെ കുഞ്ഞുങ്ങള് ഹല്ലേലൂയ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരേണ്ടതിന്, ഹല്ലേലൂയ എല്ലാത്തിനും ജാതികൾ അവകാശമായി ചോദിച്ചുകള വംശങ്ങളെ കൈവശമായി തരാമെന്നല്ലേ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ നമ്മൾ ചോദിക്കുമ്പോൾ ചോദിച്ചാൽ നിരച്ചുന്നതിൽ അത്യന്തപരമായി തരുന്നൊരു ദൈവം നമുക്കുണ്ട്. ഇനി ഒരു വചനഭാഗം വായിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 18 9 മുതലുള്ള 14 വാക്യങ്ങൾ, 14 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ചെറിയൊരു ചിന്തയ്ക്കായിട്ട് ദൈവം എന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ പറയുവാൻ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞു തന്നാൽ, 2 മനുഷ്യൻ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷമനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായക നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതൊക്കെ പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. അടുത്ത വാക്യം പറയുവാണ്, തന്നെത്താൻ ഉയർത്തുന്ന എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുമെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമക്കളെ, ഈ വചനം കർത്താവ് ഉപമയായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞതായിരിക്കാം. ആ ശിഷ്യന്മാരുടെ കൂടെ പരീശന്മാരൊക്കെ കാണുമായിരിക്കും. കാരണം കർത്താവ് പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, ചില നീതിമാന്ന് ഉറച്ച് മറ്റവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ചാണ് കർത്താവ് ഉപമ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സാഹചര്യം നോക്കിയാൽ ഇതില് 2 പേരെ കഥാപാത്രങ്ങൾ നമുക്കറിയാവുന്ന കഥയാണ്. ഈ പ്രാർത്ഥന എല്ലാ കാര്യവും നമുക്ക് അറിയുന്ന പരീശനും ചുങ്കക്കാരനും. അതുപോലെ അതിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കേൾവിക്കാരായിട്ട് മിക്കവാറും ശിഷ്യന്മാരും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന പരീശന്മാരൊക്കെ ആയിരിക്കാം. ഇവര് 2 പേരുടെയും ഒരു സാമ്യം എന്ന് പറയുന്നത്, 2 പേരും ആലയത്തിലാണ് പ്രാർത്ഥിക്കാൻ പോയത്. ഹല്ലേലൂയ, സ്തോത്രം. അന്നൊക്കെ പഴയ നിയമകാലത്ത് ഇന്റൻസ് പ്രേയറിന് അവര് ആലയത്തിലാണ് പോകാറുള്ളത്. നമ്മൾ വായിക്കുന്നുണ്ട്, ദാനിയേലൊക്കെ ബാബിലോണിലായിരുന്നപ്പോഴും യെരൂശലേമിന് നേരെ വാതിൽ തുറന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ ആ ദൈവമക്കള് വേറെ സ്ഥലത്ത് പോയപ്പോഴും അവര് ആ പ്രവാസികളായിരുന്നപ്പോൾ യെരൂശലേമിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ആണ് നോക്കി പ്രാർത്ഥിക്കാറുള്ളത്. ഇസ്രായേലിലുള്ളവർ ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിക്കും, ജെറുസലേമിലുള്ളവർ ദൈവാലയത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇനിയും നമ്മൾ ഈ പ്രാർത്ഥനയിൽ കടന്നു വന്നാൽ ഒന്ന് ചിന്തിച്ചാൽ ഈ പരീക്ഷന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു നമുക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. He was praying to himself. His prayer was a self-promoting prayer. Hallelujah. He was standing
ഇൻ ഫ്രണ്ട്. ഹി വാസ് ഷോയിങ് ഓഫ് മെനി തിങ്സ്. അവന് മറ്റുള്ളവർ നോട്ടീസ് ചെയ്യണം, മറ്റുള്ളവരൊക്കെ ഒന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാനൊരു പരീക്ഷനാണെന്നും ഒക്കെ അറിയണമെന്നത് ചിന്തയില് ഹി വാസ് അവനെ സ്വയം ഉയർത്തിക്കൊണ്ടൊരു പ്രാർത്ഥനയായിരുന്നു. ഹി വാസ് പ്രേയിങ് എ സെൽഫ് പ്രൊമോഷൻ പ്രേയർ. അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ ചിന്തിച്ചാൽ അവനൊരു സെൽഫ് സെന്റേഡ് പ്രേയർ ആയിരുന്നു. അവനോട് തന്നെയാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് തന്നെ എഴുതിയിട്ടുണ്ട്, അവനെ തന്നെ കുറിച്ച് പ്രാർത്ഥിച്ചു, അവനോട് തന്നെ പ്രാർത്ഥിച്ചു, അവനായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നോക്കുക, ഇറ്റ് വാസ് എ സെൽഫ് സെന്റേഡ് പ്രേയർ. ഹല്ലേലൂയ. അതായത് ഒരു സ്വാർത്ഥകരമായ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടിയല്ല, കൂട്ടുകാർക്ക് വേണ്ടിയല്ല, ഭവനത്തിന് വേണ്ടിയല്ല, അവരോട് തന്നെ അവൻ പ്രാർത്ഥിച്ചു. ഇറ്റ് വാസ് എ സെൽഫ് സെന്റേഡ് പ്രേയർ. തേർഡ് പോയിന്റ്, ഹി വാസ് എ സെൽഫ് റൈച്ചസ് പ്രേയർ. അവൻ പറഞ്ഞു, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ഞാനത് 2 പ്രാവശ്യം ഉപവസിക്കുന്നു, പതാരം കൊടുക്കുന്നു, അവരെ പോലെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവന്റെ പ്രാർത്ഥന. അപ്പൊ അവന്റെ പ്രാർത്ഥനയില് ഹല്ലേലൂയ അവനൊരു സെൽഫ് അബ്സോർബ്ഡ് പ്രേയർ ആയിരുന്നു. സെൽഫ് അബ്സോർബ്ഡ് ആൻഡ് സെൽഫ് സെന്റേഡ് പ്രേയർ. പിന്നെ നോക്കിയാല് സെൽഫ് റൈച്ചസ് പ്രേയർ ആയിരുന്നു. അവൻ പറയുവാണ്, ഞാൻ പതാരം കൊടുക്കുന്നുണ്ട്, എല്ലാത്തിനും ഉപവസിക്കുന്നുണ്ട്, അതുപോലെ ഞാൻ പിടിച്ചു പറിക്കാരെ എങ്ങനെയൊന്നും ദോഷമൊന്നും ചെയ്യുന്നില്ല എന്നല്ലേ അതിന്റെ ഇന്റന്റ്. നോക്കുക, അവൻ വിചാരിക്കുകയാണ് ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന്. ലവോദിക്യ സഭയില് അവര് ചിന്തിക്കുന്നത് പോലെ അവര് ധനവാനാണെന്നും ആലയിലെ കാഴ്ച ഉണ്ടെന്നും കുരുടനായിരിക്കെ അവർക്ക് ദാരിദ്ര്യമായിരിക്കെ അവര് പറയുവാണ് ഹല്ലേലൂയ ഞാൻ എല്ലാം തികഞ്ഞനാണെന്ന്. അങ്ങനെയുള്ള ചിന്ത നമ്മൾ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശോധന ചെയ്താൽ നല്ലതാണ്. പിന്നെയും പറയട്ടെ, ഹല്ലേലൂയ അവന്റെ ഒരു സെൽഫ് സഫീഷ്യന്റ് പ്രാർത്ഥനയാണ്. അവൻ വിചാരിക്കുന്ന അവനൊരു സെൽഫ് സഫീഷ്യന്റ് ആയി, അവനൊരു ദൈവത്തെ ആവശ്യമില്ല, ദൈവത്തിലേക്ക് അവൻ നോക്കിയില്ല, അവൻ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, അതുപോലെ ആലയത്തിലേക്ക് മുന്നിൽ ചെന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അവനോ നീതീകരിക്കപ്പെടാതെ പോയി. ഹല്ലേലൂയ. എന്നാൽ ഇനി മറുവശം നോക്കുമ്പോൾ ആ ചുങ്കക്കാരന്റെ പ്രാർത്ഥന നോക്കുക, അവന് മുന്നോട്ടൊന്നും നിന്നില്ല, അകലേ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്. അത് തന്നെയുമല്ല, അവൻ കുമ്പിട്ടാണ് പ്രാർത്ഥിച്ചത്. അവനാണെങ്കിൽ പറയുകയാണ്, ചുങ്കക്കാരൻ ദൂരത്ത് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ, സ്വർഗത്തിലേക്ക് നോക്കിയില്ല, ദൈവത്തോട് വരുവാൻ എനിക്ക് അർഹതയില്ലെന്ന് അവൻ വിചാരിച്ചത്. അവനാണെങ്കിൽ മാറത്തടിക്കുന്നതിന്റെ കാര്യം എന്താണ്? സങ്കടം കൊണ്ട്, പ്രയാസം കൊണ്ട്, ഹൃദയം നുറുകുമ്പോഴാണ് മാറത്തടിക്കുന്നത്. അവന് മനസ്സിലായി അവനൊരു പാപിയാണെന്ന്. അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു അവന് ദൈവത്തെ ആവശ്യമുണ്ടെന്ന്. അവൻ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും അവൻ അർഹലെന്ന് മനസ്സിലായിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അവിടെ ഒരു അഭിനയമൊന്നുമില്ല. അവന്റെ ഒരു ഹാർട്ടിൽ നിന്ന് വരുന്ന പ്രാർത്ഥന, ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ്. അവന് മനസ്സിലായി ഡിസ്ക്വാളിഫൈഡ് ആണെന്ന്, അവന് വേണ്ടതുപോലെ പാപിയാണെന്ന് മനസ്സിലായി. അവന്റെ ഹല്ലേലൂയ അവന്റെ തല കുനിച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. അവൻ പാപിയാണെന്ന് അവന് ബോധ്യമായി. ഹല്ലേലൂയ. അവന്റെ കണ്ണില് വലിയ കരടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വലിയ കോലിരിക്കും, മറ്റുള്ളവരുടെ കോലൊന്നും എടുക്കാൻ അവൻ പോയില്ല. അവന്റെ പ്രാർത്ഥന അവന് മനസ്സിലായി, എനിക്കൊരു കർത്താവിന് ആവശ്യമുണ്ട്, ഞാൻ സെൽഫ് സഫിഷ്യന്റ് അല്ല, എന്റെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഇൻസഫിഷ്യന്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ താഴ്ത്തി പ്രാർത്ഥിച്ചു. അവൻ ഒരു ഹ്യൂമിലിറ്റിയോടെയാണ് പ്രാർത്ഥിച്ചത്. അവൻ ഹോണസ്റ്റി ആയിട്ടാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. അവൻ മോഡസ്റ്റിയാണ് പ്രാർത്ഥിച്ചത്. ദൈവമക്കളെ, ഹല്ലേലൂയ. ശലോമോൻ വിസ്ഡത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവന് വേണ്ടത് കർത്താവാണ്, അവന് കരുണയാണ് വേണ്ടത്. ഹല്ലേലൂയ. കരുണയ്ക്കായി ദൈവത്തോട് യാചിച്ചു. അവന് മനസ്സിലായി യഹോവ മഹാകരുണയുള്ളവനും ദയയുള്ളവനും ദീർഘക്ഷമയുള്ളവനും പാപം ക്ഷമിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇതിൽ നിന്ന് നാം എന്ത് പഠിക്കണം? ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, അനേക വചന ഭാഗങ്ങളില് കർത്താവിന്റെ ദാസൻ നമ്മുടെ പാസ്റ്റർ തന്നെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു. ഹല്ലേലൂയ. വളരെ താഴ്ത്തി പ്രാർത്ഥിക്കണമെന്ന്. ദൈവമക്കളെ, ഹല്ലേലൂയ. 3 കാര്യം ഒന്ന് നമ്മൾ ഓർക്കണം പ്രാർത്ഥനയില്. നമ്മൾ ഒന്ന് ഹല്ലേലൂയ കൺട്രൈ ഹാർട്ടോടെ വരണം, ഹൃദയമുറുക്കത്തോടെ വരണം, ഹൃദയപൂർവ്വം വരണം. പിന്നെ നമ്മൾ പാപങ്ങൾ ഉപേക്ഷിക്കണം. വി ഹാവ് ടു ഹാവ് എ കൺഫെഷൻ ഓഫ് സിൻ. ഹല്ലേലൂയ. പിന്നെ നമ്മൾക്ക് കോൺഫിഡൻസ് വേണം ദൈവത്തില്. എന്താണ്? ദൈവന്റെ പ്രാർത്ഥന കേൾക്കും, ദൈവന്റെ എനിക്ക് ഉത്തരം നൽകും എന്നുള്ള ഹല്ലേലൂയ ആ ബോധത്തോടാണ് ദാനിയേൽ പാസ്റ്റർ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. നെഹമ്യാവ് പ്രാർത്ഥന കർത്താവ് പറഞ്ഞല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. നെഹമ്യാ അതുപോലെ യോനയുടെ പ്രവചന പുസ്തകത്തില് അവരും അത് തന്നെയാണ് ചെയ്തത്. അവര് രട്ടെടുത്തു, വെണ്ണീറിലിരുന്നു, അവർ തന്നെ താഴ്ത്തി, അവരുടെ കുറവുകൾ ഏറ്റുപറഞ്ഞു, ദൈവത്തിലേക്ക് മുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ദുർബാധകൾ ഏറ്റുപറഞ്ഞത് കണ്ടപ്പോൾ ദൈവം അവർക്ക് മറുപടി നൽകി. ഇവിടെ ഒരു പഴയ നിയമ പുസ്തകത്തില് 2 ദിനവൃത്താന്തം
33-ാം അധ്യായത്തില് മറ്റൊരു രാജാവിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ രാജാവാണെങ്കിൽ വളരെ ഒത്തിരി അനിഷ്ടങ്ങൾ ചെയ്തതാ. പിന്നെ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, ഇവര് അവരുടെ പിതാവായ ദാവീദിന്റെ വഴിയിൽ നടന്നില്ല, ദാവീദ് പ്രസാദമുള്ളവയെ ചെയ്തതുപോലെ ചെയ്തില്ല എന്ന് പലരുടെ കുറിച്ച് പറയും. ചിലരെ കുറിച്ച് പറയും, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദ് ചെയ്തതുപോലെ പ്രസാദമുള്ളത് ചെയ്തു. ഈ മനുഷ്യയാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തില്ല, അവരെല്ലാം അനിഷ്ടമായത് ചെയ്ത്. അവന്റെ അപ്പൻ ഹിസ്കിയാവ് ചെയ്തതിന് വിപരീതമായിട്ട് അനേക ബാൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, അനേക അശേര പ്രതിഷ്ഠകൾ ഉണ്ടാക്കി, ആലയത്തിൽ പോലും വിഗ്രഹങ്ങൾ വെച്ചു. അതുപോലെ തന്നെ അവന്റെ മക്കളെ പോലും അഗ്നിപ്രവേശം ചെയ്തു, മന്ത്രവാദം ചെയ്തു, ദുർമന്ത്രവാദം ചെയ്തു, ശകുനവാദികളെ വരുത്തി, ഒത്തിരിയും ദുഷ്ടത ചെയ്തു. അപ്പോഴിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു ലീഡർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദേശത്തിന് നാശം ഭവിക്കുകയില്ലേ? ഒരു ഭവനത്തിൽ തന്നെ കാരണവരായിരിക്കുന്ന അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഹൗസ് do many things, there will be consequences in the family. അതുപോലെ തന്നെയാണ് ഈ രാജ്യത്തിന് സംഭവിച്ചത്. അവിടെ പല പ്രശ്നങ്ങൾ വരും. നമുക്കറിയാം ഈ രാജ്യത്തിന്റെ ഗതി ഇപ്പോൾ എന്താണെന്ന്. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ഇവിടുത്തെ പ്രൊട്ടക്ഷനൊക്കെ ദൈവം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഈ മനുഷ്യ അങ്ങനെ ആയിരുന്നപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം ഒരു കാര്യം ചെയ്തു. അവൻ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനുഷ്യയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബയിലേക്ക് കൊണ്ടുപോയി. നോക്കുക, ഒരു ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കാനിടയായി തീർന്നു. ദൈവവചനത്തിന് വിരുദ്ധമായി നാം എന്ത് ചെയ്താലും അതില് ദൈവത്തിന് പ്രസാദമില്ല. എപ്പോഴും ശത്രുവിന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവൻ ചെയ്തപ്പോൾ കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ അടുത്ത വാക്യം മാറിയ 33:12 ദിനവൃത്താന്തം 33:12 കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു, അവന്റെ യാചന കേട്ടു. അവനെ വീണ്ടും യെരൂശലേം രാജ്യത്തിൽ തിരിച്ചു വരുത്തി യഹോവ തന്നെ ദൈവമെന്ന് മനുഷ്യക്ക് ബോധ്യമായി. നോക്കുക, അവൻ ചെയ്ത കഷ്ടത്തിലായപ്പോൾ യഹോവ വിളിച്ചപേക്ഷിച്ചു, അവൻ ഉത്തരമരളി, അവൻ തന്നെത്താൻ താഴ്ത്തി, അവന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞു. ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ രാജ്യത്തെ പുനഃസ്ഥാപിച്ചു കൊടുത്തെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, അവന് മനസ്സിലായ ദൈവം യഹോവയെന്ന്. അതുപോലെ തന്നെ ഇനി അധികം വായിക്കാൻ സമയമില്ലല്ലോ. ഹല്ലേലൂയ, 33-ാം അധ്യായത്തിലും 34-ാം അധ്യായത്തിലും യോശിയാവ് വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നാൽ അവനറിയാം പൂർവ്വ പിതാക്കന്മാര് അനേക ദുഷ്ടത ചെയ്തത് കൊണ്ട്, കർത്താവിനെ വിട്ടുപോയത് കൊണ്ട് അവിടെ പല പ്രശ്നങ്ങൾ വന്നു. അന്നേരം ഹല്ലേലൂയ, ഇവൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, അശേര പ്രദേശങ്ങളൊക്കെ മാറ്റി, ആലയം ശുദ്ധീകരിച്ചു, പല കാര്യങ്ങളും നല്ലത് ചെയ്തു. ന്യായപ്രമാണ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി ദൈവത്തിന്റെ വചനപ്രകാരം കാര്യങ്ങൾ ചെയ്യുവാൻ. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അപ്പൊ ഒരു പ്രവാചകയൊക്കെ വരുത്തി. അപ്പൊ പറഞ്ഞു, ഇവിടെ ഒത്തിരി അനർത്ഥങ്ങളും കഷ്ടങ്ങളും വരും, കാരണം പൂർവ്വപിതാക്കന്മാർ ചെയ്ത തെറ്റുകൾ കൊണ്ട്. അന്നേരം താൻ എന്ത് ചെയ്തെന്നറിയാമോ? 27-ാം വാക്യത്തില് താൻ ഇങ്ങനെ ചെയ്തു, പ്രാർത്ഥിച്ചു. ഈ സ്ഥലത്തിന് നിവാസികൾക്ക് വിരുദ്ധമായുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞ് നീ അവന്റെ മുമ്പാകെ തന്നെ താഴ്ത്തുകയും എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരയുകയും ചെയ്തുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. നീ സമാധാനത്തോടെ കളിയിറക്കപ്പെടും. നിനക്ക് വരുത്താൻ പോകുന്ന അർത്ഥമൊന്നും നിന്റെ കണ്ട് കാണുകയില്ല. അനർത്ഥം മാറ്റുവാനിടയായി തീർന്നു. അവന് ഹല്ലേലൂയ ദൈവം സമാധാനം കൽപ്പിക്കാനിടയായി തീർന്നു. എന്താണ്? അവന്റെ കുറവിലേറ്റു പറഞ്ഞു ഉപേക്ഷിച്ചു. മക്കളെ, എപ്പോഴും നമ്മൾ വായിക്കുന്ന വചനമാണ് 2 Timothy 7:14. ഹല്ലേലൂയ, ദൈവം തന്നെ ഹല്ലേലൂയ വിളിക്കപ്പെട്ട തന്റെ ജനം ദുർഭാഗങ്ങൾ ഏറ്റുപറഞ്ഞവന്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കഴിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തുന്നത് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ദൈവദാസന്മാരൊക്കെ ചെയ്തത് എന്താണ്? ഹല്ലേലൂയ, അവര് തന്നെ താഴ്ത്തി അവരുടെ കുറവുകൾ ഏറ്റുപറഞ്ഞു, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ചു, ദേശത്തിന് സൗഖ്യം വരുവാൻ. ഇത് തന്നെ അപ്ലിക്കബിൾ ആണ് നമ്മുടെ ലൈഫില്, നമ്മുടെ ഹല്ലേലൂയ ഭവനത്തില്, നമ്മുടെ സഭയില്, നമ്മുടെ രാജ്യത്തിന്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിന്ന് ഞാൻ 1-2 കാര്യങ്ങൾ ഹല്ലേലൂയ കർത്താവിന് ആശ്രയിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് താഴ്മയെ കുറിച്ചാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവായ യേശു ഹല്ലേലൂയ താഴ്മയെ കുറിച്ച് അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശിഷ്യന്മാർക്ക് തന്നെ ആരെ വലിയവനെന്നൊക്കെ തർക്കമുണ്ടായപ്പോ കർത്താവ് പറഞ്ഞു,
ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, നിങ്ങൾ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ ചെറിയവനെ പോലെ പെരുമാറണം, നിങ്ങളെ യജമാനനാകാൻ ഇച്ഛിക്കുന്ന ദാസനെ പോലെ പെരുമാറണം കർത്താവ് പറഞ്ഞു. അതുപോലെ പറഞ്ഞു, നിങ്ങളൊരു കല്യാണത്തിനൊക്കെ വിളിച്ച് ഏറ്റവും മുന്നിൽ പോയി ഇരിക്കണ്ട, നിങ്ങൾ ഏറ്റവും പുറകെ പോയിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് തന്നെ ഇവിടെ പറഞ്ഞ ആ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിച്ചെന്താണ്? തന്നെത്താൻ ഉയർത്തുന്നതും താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തി ഉയർത്തപ്പെടും. ഇതൊക്കെ നമ്മൾ വചനത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മക്കളെ. എന്നാൽ പൗലോസ് അപ്പോസ്തലനും അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ താഴ്മയുള്ളവരായി തീരണം, സൗമ്യതയുള്ളതായി തീരണം. അതിൽ പത്രോസ് പറഞ്ഞു, നിങ്ങൾ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്ക് താണിരിക്കണമെന്ന് പറഞ്ഞു. ജെയിംസ് ആണെങ്കിൽ പറഞ്ഞത് എന്താണ്? യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ താഴ്മയുള്ളവർക്ക് അധികം കൃപ ലഭിക്കും, ഹല്ലേലൂയ, അവൻ താഴ്ന്നവരെ ഉയർത്തുമെന്ന് പറയേണ്ടതായി തീർന്നു. ദൈവമൊക്കെ നിങ്ങൾ വചനത്തിൽ ഇങ്ങനെ നോക്കിയാൽ അനേക ദൈവദാസന്മാരെ നമ്മൾ നോക്കിയാൽ താഴ്ത്തി പ്രാർത്ഥിച്ചവരൊക്കെ ദൈവം അധികം കൃപ കൊടുത്തില്ലേ? ദാനിയേൽ താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 വർഷം കൊണ്ട് തീരുമെന്ന് പറഞ്ഞപ്പോൾ ഉത്തരമായി ഗബ്രിയേൽ ദൂതൻ അയച്ചില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. നെഹെമ്യാവ് താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ യെരൂശലേമിന്റെ ആ മതിലുകൾ പണിയുവാനായിട്ട് അവനെ തന്നെ ദൈവം അയച്ചില്ലേ? കൃപ അവന് നൽകിയില്ല ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ അനേക വചന ഭാഗങ്ങൾ എഴുതുവാൻ അവനെ ദൈവം സഹായിച്ചു. അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ ഇടയാക്കി തീർത്തു. പൗലോസ് എപ്പോഴും പറഞ്ഞു, ഞാൻ പാപികളിൽ ഏറ്റവും വലിയവൻ, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനെന്ന് അവൻ പറയുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ 3-ാം സ്വർഗ്ഗത്തോളം അവനെ ഉയർത്തിയെന്ന് മാത്രമല്ല, ഏഷ്യാമേനിൽ മാത്രമല്ല, യൂറോപ്പിലൊക്കെയും ദൈവവചനം പറയുവാൻ പൗലോസിനെ ദൈവം ഉപയോഗിച്ചു. ദാവീദിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആട്ടിടയനായിരുന്ന അവൻ തന്നെത്താൻ താഴ്ത്തി, ഞാൻ ഏറ്റവും ചെറിയവനെന്ന് പറഞ്ഞു. ഇത്രത്തോളം കൊണ്ടുവരെ ഞാൻ എന്തുള്ളൂ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ ദാവീദിനെ രാജാവായി അവൻ വാഴിച്ചെന്ന് മാത്രമല്ല, മശിയാക്കുള്ള ദർശനങ്ങൾ കൊടുത്തു. പ്രവാചകനായി അനേക ബുക്കുകൾ എഴുതുവാൻ ദൈവം ദാവീദിനെ ഉപയോഗിച്ചു. ഹല്ലേലൂയ മക്കളെ. അതുപോലെ ജെറമയയിലൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമാൻ തന്റെ ബുദ്ധിയിലോ ജ്ഞാനിതന്റെ ജ്ഞാനത്തിലോ ബലവാൻ തന്റെ ബലത്തിലോ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നത് ദൈവം ഹല്ലേലൂയ ഭൂമിയിൽ അറിയുന്നതിനെ കുറിച്ച് പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിനോട് പറയുകയാണ്, ഞാൻ താഴ്മയും വിനയമുള്ള എന്നോട് വന്ന് പഠിപ്പീൻ, എന്റെ മുഖം മൃദുവും ലഘുവുമാകുന്നു. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ കാലുകൾ കഴുകി അതൊക്കെ നമ്മളെ കാണിച്ചു തന്നല്ലോ. അനേക ദിവ്യദാസന്മാർ പറയുന്നത് എന്താണ്? ഹല്ലേലൂയ, മറ്റുള്ളവരുടെ നന്മയില് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടാതിരിക്കുന്നതാണ് താഴ്മ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ഹല്ലേലൂയ മറ്റുള്ളവർ നമ്മളെ ഹെർട്ട് ചെയ്യുമ്പോൾ അവരോട് എതിർത്ത് സംസാരിക്കുന്നതല്ല, അത് സഹിപ്പാൻ ദൈവം കൃപ തരേണ്ടതിന് പറയുന്നതാണ് താഴ്മ എന്ന് പറയുന്നത്. ദൈവമക്കളെ, വചനത്തിലൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ അനേക കമാൻഡ്മെന്റുകൾ ഉണ്ട് നമ്മളെ താഴ്ത്തുവാൻ, താഴുവാനുള്ള കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ 1000 ആട്ടുകൊറ്റല്ലോ 10,000 തൈലനിലയോ പ്രസാദിക്കുന്നില്ല. മീക്കയുടെ പുറകെ നമ്മൾ എപ്പോഴും പറയുന്ന വചനം നമുക്ക് അറിയാവുന്നതാ, ഞാൻ ഓർപ്പിച്ച് ഉണർത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പറയുകയാണ്, നീ ദയാതൽപ്പനായിരിക്കാന്, ഓ ഹല്ലേലൂയ സ്തോത്രം, അവിടെ നിന്നെ തന്നെ താഴ്ത്തുവാനല്ലോ മനുഷ്യ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു പറഞ്ഞിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. മറ്റുള്ള ശ്രേഷ്ഠ എണ്ണമെന്ന് ഫിലിപ്പിയിലെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ എഴുതി പറയാണ്, ഭാവിച്ചതിന് മീതെ ഭാവിച്ചുയരരുത്. നമുക്ക് നൽകിയതെല്ലാം, നമുക്ക് നൽകി തന്ന നന്മകൾ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, നമ്മുടെ ഭൗതിക നന്മകൾ, ആത്മീയ നന്മകൾ എല്ലാം ദൈവം നൽകി തന്നതല്ലേ. നമ്മുടെ പാസ്റ്റർ എപ്പോഴും നമ്മളെ ഉറപ്പിച്ചുണർത്തും, നൽകി തന്നല്ല നമുക്ക് എന്തുണ്ട്. അതുകൊണ്ട് നാം ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി തീരേണ്ടതില്ലേ? ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പാനല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് താണിരുന്നാൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് ഞാൻ ഒന്ന് പറയട്ടെ. താണിരുന്നാൽ നമ്പർ 1 ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ജെയിംസ് 4:6 പറയാണ്, അധികം കൃപ നൽകും, താഴ്മയോട് കൃപ നൽകും, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. നിഗളിയായി പോയ നെബൂഖദ്നേസറിനെ പുല്ല് തെറ്റുവാൻ ഇടയാക്കി തീർത്തില്ലേ? നിഗളിയായി പോയിട്ട് പല കാര്യങ്ങൾ അവന്റെ ഹൃദയത്തിൽ ചിന്തിച്ച് നെബൂഖദ്നേസറിനെ ദൈവം വെട്ടി താഴെയിട്ടില്ലേ? എത്ര പേരാണ് നിഗളിച്ചിട്ട് താഴെ പോയത്? എന്നാൽ താഴ്മയുള്ളവരെ ഉയർത്തുമല്ലോ. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, ആ താഴ്മയുള്ള ഉയർച്ച നൽകുമെന്ന്. അതിന്റെ കാര്യമൊക്കെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനും 19 വർഷം സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്താണ്. അപ്പൊ ഞാനൊരു പ്രൊമോഷൻ ഒന്നും അപ്ലൈ ചെയ്തില്ല.
എന്നാല് ദൈവത്തിൽ നിന്ന് ഉയർച്ച വരുന്ന എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എനിക്കറിയാം അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രവേശനം ലഭിക്കുവാൻ അങ്ങേക്ക് ഇഷ്ടമാണ്, എനിക്ക് നൽകണം. എന്നാൽ ഞാൻ ഈ ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉയർച്ച വരുന്നത് തെക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, കിഴക്ക് നിന്നല്ല, ഉയരത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അത്രേ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, അവിടെ ഒത്തിരി ഇന്റർവ്യൂവിന് ഒത്തിരി പേരെ വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 8 പേര് വന്നതില് മാസ്റ്റേഴ്സ് പഠിത്തമുള്ളവരൊക്കെ വന്നു. ഹല്ലേലൂയ. ഒത്തിരി പേര് എക്സ്പീരിയൻസ് ഉള്ള വേറെ ഫെസിലിറ്റി എന്നുള്ള സൂപ്പർവൈസേഴ്സ് ഒക്കെ വന്നു. എന്നാൽ വെറും ഒരു നേഴ്സായി എന്നെ കർത്താവ് ഹല്ലേലൂയ ഒരു സൂപ്പർവൈസറാക്കി പ്രൊമോഷൻ തന്നു. ഇറ്റ് ഈസ് ബൈ ലോഡ്സ് ഓൺലി. ദൈവത്തിൽ നിന്നാണ് ഇത് ലഭിച്ചത്, എന്റെ ഒരു കഴിവുമല്ല. ആ വർഷം തന്നെ എനിക്ക് 3 പ്രൊമോഷൻ തരുവാൻ ദൈവത്തിന് മനസ്സരിഞ്ഞു. ഞാൻ പറഞ്ഞത്, ദൈവത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയമാണ്. ദൈവത്തോടുള്ള ഹല്ലേലൂയ, ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ്, അവന്റെ സഹായത്തിലുള്ള അപേക്ഷ, അവനോടുള്ള ആശ്രയം, അവനോട് ഹല്ലേലൂയ എനിക്കൊന്നും കഴിയത്തില്ല എന്ന് പറയുന്നതാണ്. രണ്ടാമത് ഉയർച്ച. മൂന്നാമത് ഹല്ലേലൂയ, സ്തോത്രം, രക്ഷ നൽകും. ഹല്ലേലൂയ. ദൈവമക്കളെ, 141 സങ്കീർത്തനം 4 വാക്യത്തിൽ പറയുകയാണ്, താഴ്മുള്ളവരെ ഞാൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഹല്ലേലൂയ. നമ്മള് സുവിശേഷം പറയും പലരും പറയും, ഓ ഞാനും ജീവനുള്ള ദൈവത്തെ തന്നെ സേവിക്കുന്നത്. അതുപോലെ തന്നെ രോഗികളോട് പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനും ജീവനുള്ള ദൈവത്തെ തന്നെ സേവിക്കുന്നതെന്ന്. അങ്ങനെ അഹങ്കാരം പറഞ്ഞാല് ഒന്നും രക്ഷയില്ല. എന്നാൽ താഴ്ത്തിക്കൊടുത്ത് ദൈവത്തിന്റെ വചനത്തിൽ കീഴ്പ്പെടുമെങ്കിൽ തീർച്ചയായും ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ദൈവം രക്ഷ കൊണ്ട് അലങ്കരിക്കും. പിന്നെയും പറയുവാണ്, അടുത്തത് താഴ്മയുള്ള ദൈവം വസിക്കും. യെശയ്യാപ്രവചനം 57:15 പറയുകയാണ്, താഴ്മയുള്ളവരുടെ മനോവിനയമുള്ളവരുടെ അവർക്ക് ചൈതന്യം വരുത്തേണ്ടതിന് ഹല്ലേലൂയ ശാശ്വാസിയായിരിക്കുന്ന ഉയർച്ചയുള്ള ആ ദൈവം നമ്മിൽ വസിക്കുമെന്ന്. താഴ്മയുടെ ഭവനത്തില്, താഴ്മയുടെ ഹൃദയത്തില് ദൈവം വാസം ചെയ്യാനിടയായിത്തീരും. ദൈവമക്കളെ, ഹല്ലേലൂയ. അതുപോലെ വേറൊന്നാണ്, സ്വർഗത്തിൽ പോകണേ താഴ്മ വേണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശിശുക്കളെ പോലെ ആയി തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് താഴ്മയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വരുന്ന താഴ്മ നമ്മളിൽ ഉണ്ടായാലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ കർത്താവ് പറഞ്ഞു, 2 ദിനവൃത്താന്തം 7:14 പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥന കേൾക്കണേന് താൻ താഴ്ത്തി കൊടുക്കണം. അപ്പോൾ നമ്മള് എന്തൊക്കെയാണ് ഹല്ലേലൂയ താഴ്ന്നാല് ഉള്ളത്? ദൈവം നമ്മൾ ഉയർത്തും, നമുക്ക് കൃപ ലഭിക്കും. നമ്മള് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ രക്ഷിക്കും. ഹല്ലേലൂയ ദൈവം നമ്മളിൽ വസിക്കാനിടയായിത്തീരും. നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ദൈവമക്കളെ, ഹല്ലേലൂയ ഞങ്ങൾ മദർ തെരേസയുടെ ഇത് കാണാൻ പോയി. ഞാൻ അതിശയപ്പെട്ടു പോയി. ആ ദൈവദാസി എത്രയോ അഗതികളുടെ അമ്മ എന്ന് പറഞ്ഞ ലോകബഹുമതിയൊക്കെ ലഭിച്ച ദൈവദാസിയാണ്. ആ ദൈവദാസിയുടെ ഒരു മുറി കാണുവാനിടയായിത്തീർന്നു. കൊച്ചൊരു മുറി, ഒരു ചെറിയ ബെഡ് ഇട്ടിരിക്കുന്നു. അതിലൊരു ബൈബിളും 2 സാരി, ഒരു ചെറിയ പെട്ടിയുമാണ് അദ്ദേഹത്തിന്റെ ആ സ്ത്രീ ബഹുമാനിയായ ആ മഹതിയുടെ ആ സമ്പാദ്യം എന്ന് പറയുന്നത് ചെറിയൊരു കട്ടിലും ഒരു മേശയും ചെറിയൊരു കസേരയും. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ഓർക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ യേശുവിന്റെ കൈയാണ്, ഞാൻ യേശുവിന്റെ കാലാണ്, യേശുവിന്റെ നാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പ്രതി ഹല്ലേലൂയ അവിടുന്ന് ആ അഗതികൾക്ക് വേണ്ടി സഹായം ചൊരിഞ്ഞു. ദൈവങ്ങൾ, നമ്മുടെ കർത്താവ് യേശു ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനവന്റെ മഹത്വം അവിടെ വെച്ചു, അവന്റെ ശക്തി അവിടെ വെച്ചു. സർവജ്ഞാനി, സർവജ്ഞാപി, സർവശക്തനായ കർത്താവ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവന്റെ സൗന്ദര്യം അവന് വിട്ടുകളഞ്ഞു, ദൂതന്മാരുടെ ആരാധന വിട്ടുകളഞ്ഞു, അവന്റെ മഹത്വം വിട്ടുകളഞ്ഞു. ഹല്ലേലൂയ. അവന്റെ പൊസിഷനും പ്രോവിഡൻസും ആ പ്രസൻസ് എല്ലാം കളഞ്ഞിട്ടാണ് അവൻ താഴഭൂമിയിലേക്ക് വളർന്നു വന്നത്. അവൻ 10,000-ൽ അതിസുന്ദരനായിരുന്നു. എന്നാൽ അവന് രൂപഗുണമില്ലാത്തവനായി തീർന്നു. നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു. അവൻ സാക്രിഫൈസ് ചെയ്തു. ഹല്ലേലൂയ. മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവനെ തുപ്പുകയും ഹല്ലേലൂയ അവനെ കരണത്തടിക്കുകയും അവന്റെ രോമം പഠിച്ചു പറിക്കുകയും ചെയ്തു. എന്നാൽ അവൻ പ്രതികരിച്ചില്ല. വചനത്തിൽ 1 പത്രോസ് 2 എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ വറുക്കപ്പെട്ട കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. അവൻ സകല സൃഷ്ടാവിനെ ഏൽപ്പിച്ചു. അവനെല്ലാം താഴ്ത്തി കൊടുത്തുകൊണ്ട് എല്ലാം സഹിച്ചു നമുക്ക് വേണ്ടി, നമുക്കൊരു സ്വർഗം ഉണ്ടാകുവാൻ വേണ്ടി, നമ്മുടെ പാപങ്ങളും ശാപങ്ങളും മാറുവാൻ വേണ്ടി ആ കർത്താവ് ഹല്ലേലൂയ താഴ്ത്തി കൊടുത്തതുപോലെ നമുക്ക് താഴ്ത്തി കൊടുക്കുവാൻ പറ്റുമോ? ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരോട് മന്ത്രിക്കുമ്പോൾ, മറ്റുള്ളവരൊന്ന് ശകാരം പറയുമ്പോൾ, മറ്റുള്ളവരൊന്ന് വിധിച്ചു പറയുമ്പോൾ പലപ്പോഴും നാം പ്രതികരിക്കുന്നവരല്ലേ? നാം എങ്ങനെയാണ്? ഹല്ലേലൂയ ഈ ഒരു താഴ്മയുടെ അനുഭവം നമുക്കുണ്ടോ? നമ്മുടെ കുറവ് നമ്മൾ ഏറ്റു പറയുന്നതാണോ? കർത്താവ് ഹല്ലേലൂയ
സ്തോത്രം സ്തോത്രം. രാജാതി രാജാവായിരുന്നു, എന്നാൽ ഹാലേലുയ തള്ളിക്കളഞ്ഞ് മൂലക്കല്ലായി തീർന്നു. ഹാലേലുയ അവൻ ഹാലേലുയ സ്തോത്രം 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 ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധന ഒക്കെ വിട്ടുകളഞ്ഞിട്ട് അനേകരവനെ പരിഹസിക്കുവാനിടയായി തീർന്നു. അവന് ദൂതന്മാരുടെ സഹിത്വമൊക്കെ ഉണ്ടായിരുന്നവനാണ്, എന്നാൽ പാപികളുടെ പാപികളുടെ കൂട്ടുകാരൻ തന്നെ അവനെ കുറിച്ച് വിളിച്ചത്. അവന് തലയേക്കാൻ ഇടമില്ലായിരുന്നു. കൂടുണ്ട്, പറവകൾക്ക് കൂടുണ്ട്, കുഴിതരക്ക് മാളമുണ്ട്. മനുഷ്യത്തിന് തലയാക്കാൻ ഇടമില്ലാതെ ആ താഴ്ത്തിയ രാജാതി രാജാവിനെ, ആ ദേവാദി ദേവനെ, ആ കർത്താതി കർത്താവിനെ നമുക്ക് ഹാലേലുയ ഒന്ന് അംഗീകരിക്കാമോ? ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാമോ? ആ കർത്താവിന്റെ ഹാലേലുയ ആ മാതൃ നമുക്ക് പിന്തുടരാമോ? ഹല്ലേലൂയ. ഓ റീബ മനഹഷമന. പലരും അവനെ ദുഷിച്ചുവെങ്കിലും അവനൊന്നും മറത്തു പറഞ്ഞില്ല. അവന്റെ മുതുക എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. അത് ഉഴവുചാലുകൾ പോലെ കീറപ്പെട്ടു. അവന്റെ രക്തം ചെയ്ത് നമുക്ക് വേണ്ടി അവനൊന്ന് ജീവിക്കുന്നു, പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒറ്റ വാക്കിലാണ് ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. എന്നാലും ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച ആ കുരിശിന്മേല് 3 കുരിശുകൾ നമ്മൾ കാണുന്നു. ഒരു കുരിശ് കർത്താവിന്റെ, ഒരു കുരിശിലെ ആ കള്ളൻ കർത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ മറ്റേ കുരിശിലെ കള്ളൻ ഇങ്ങനെയാണ് പറഞ്ഞത്: കർത്താവേ, ഈ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞു, അല്ലെ നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. അവൻ ആ സമയത്ത് കർത്താവ് ആവശ്യമാണെന്ന് റിയലൈസ് ചെയ്തു. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത് ദൈവം കേൾക്കുവാനിടയായി തീർന്നു. ശിഷ്യന്മാര് ആ കടലിൽ പോയപ്പോൾ കാറ്റും കടലും അവരെ ഹല്ലേലൂയ അവരുടെ വള്ളം മുങ്ങുമാറ് പ്രതികൂല കാറ്റടിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല കാറ്റടിക്കുമ്പോൾ, രക്ഷിക്കണമേ എന്ന് വിളിക്കുമ്പോൾ, ഹൃദയം നിറങ്ങി വിളിക്കുമ്പോൾ കർത്താവ് കേട്ട് നമ്മൾക്ക് ഉത്തരം വരണം. പല പ്രാവശ്യം നമുക്ക് ഒറ്റ വാക്കിലെ പ്രാർത്ഥന ഉത്തരം വരില്ല ദൈവമല്ലേ. ഒരു പ്രാവശ്യം എനിക്ക് വല്ലാത്ത മൈഗ്രൈൻ ഹെഡേക്ക് ഉണ്ടായിട്ടുണ്ട്. അനേക പ്രാവശ്യം മൈഗ്രൈൻ ഹെഡ് ഉണ്ടായിട്ട് പ്രയാസത്തിൽ ബുദ്ധിമുട്ടില്ല ഞാനായിപ്പോയി. പലപ്പോഴും ഛർദ്ദിക്കുകയും വൊമിറ്റ് ചെയ്യുകയും വെളിച്ചം കാണാതെ ഇരിക്കേണ്ട ആവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പല പ്രാവശ്യം ഇതിനെ ബോധറിയപ്പോൾ ഒരു ദിവസം ഞാൻ മുട്ടുകുത്തി കരഞ്ഞ് ഇത്രയും പ്രാർത്ഥന, കർത്താവേ ഈ വിഷയത്തിൽ തന്നെ വിടുവിക്കണമേ എന്ന് ഞാൻ കരഞ്ഞു. ദൈവമക്കളെ, that was the day the Lord delivered me from that severe migraine headache. Only one sentence prayer. കർത്താവെ എന്നെ വിടുവിക്കണമേ എന്ന് ഞാൻ കരഞ്ഞു. കർത്താവെ, ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒറ്റ വാക്കുള്ള പ്രാർത്ഥനയെ പത്രോസ് മുങ്ങാൻ പോയപ്പോൾ ഒറ്റ വാക്കിലെ പ്രാർത്ഥിച്ചത് ദൈവം അവനെ രക്ഷിക്കാനിടയായി തീർന്നു. ദൈവമക്കളെ, നാം ഇതിൽ നിന്ന് എന്താണ് എടുക്കേണ്ടത്? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തെ ഉയർത്തുന്നവരാണോ? നമ്മെ തന്നെ ഉയർത്തുന്നവരാണോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദൈവത്തെ ഉയർത്തുവാനാണോ? ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ തന്നെ ബിസിനസ് മൈൻഡ് ചെയ്യുന്നവരാണോ? അതോ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവരാണോ? മറ്റുള്ളവരെ കുറിച്ച് പറയുന്നവരാണോ? നമ്മുടെ കണ്ണിൽ വലിയ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കരുട് നോക്കുന്നവരാണോ? അതുപോലെ ചിലതൊക്കെ നമ്മളെ പറഞ്ഞു വരുമ്പോൾ taking the correction like a teachable mentality. നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ മറ്റുള്ള നമ്മളോട് കുറവുകൾ പറയുമ്പോൾ ഹല്ലേലൂയ ആ കുറവുകളൊന്ന് ടീച്ചബിൾ ആയിട്ട് നമ്മൾ കുറവുകൾ ഏറ്റു പറയുന്നവരാണോ? അതുപോലെ പലപ്പോഴും ആ കർത്താവിനെ ഇൻസൾട്ട് ചെയ്തപ്പോൾ അവനൊന്നും പ്രതികരിച്ചില്ല. അവന് വേണ്ടി പറയാമായിരുന്നു, ഞാൻ ദൈവപുത്രനാണ്, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. ദൈവമക്കളെ, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതിരുന്നിട്ടും മിണ്ടാത്തവനായി അവനിരുന്നത് പോലെ നമ്മൾ നിൽക്കുമോ? നമ്മുടെ കൈൻഡായിട്ട് ജെന്റിലായിട്ട് നമ്മൾ ഇടപെടുമോ? നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് എല്ലാം ലഭിച്ച് ദൈവത്തിന് നന്മയല്ലേ, ആ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ള ശ്രേഷ്ഠം എണ്ണി ദൈവാശ്രയത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയായിത്തരെ. പലപ്പോഴും കുറ്റം ചെയ്യുന്ന പല ആളുകളെയും നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളൊന്ന് ഏറ്റുപറയുവാൻ, നമ്മുടെ കുറവുകളൊന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ശോധന ചെയ്യാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മറ്റുള്ളവരുടെ നന്മ കാണുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവമക്കളെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കേണ്ട സമയം തീർന്നുപോയല്ലോ. നമ്മൾ മറ്റുള്ള ഇടിച്ചു താഴ്ത്തുവാനല്ല, മറ്റുള്ളവരെ പണിയുന്നവരായി, എൻകറേജ് ചെയ്യുന്നവരായി, ആശ്വസിപ്പിക്കുന്നവരായി തീരുവാനിടയായി തീരട്ടെ. പലപ്പോഴും നമ്മൾ വിമർശിക്കാൻ തീരും, കാര്യമൊന്നും അറിയാതെ ചുമ്മാ വിമർശിച്ചേക്കുക. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് നമ്മൾ ഈ വചനം കേട്ടതുപോലെ ദൈവത്തിന്റെ താഴ്മയോടെ ഇരിപ്പാന്, താഴ്ത്തി പ്രാർത്ഥിക്കുവാന്, കുറവുകൾ ഏറ്റുപറയുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.